മാലുവിന്റെ കൈക്ക് കുപ്പിവളകളെക്കാൾ ചേർച്ച സ്വർണവളകളാ. പോകുന്നതിന് മുമ്പ് ഞാനത് വാങ്ങിച്ചു തരും. മാലു, അമ്മ വിളിക്കണോ? 2 ദിവസം ഗായത്രിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. അമ്മ പറഞ്ഞു. പുതിയ ജോലിയൊക്കെ എങ്ങനെ? കൊള്ളാം. ഈ വീട്ടിലെ കുട്ടികള് ജോലിക്ക് പോണോന്ന് കേട്ടപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ നിനക്ക്? അതെന്താ? അല്ല, ഈ സ്ത്രീലമ്പടന്മാരായ ആണുങ്ങളാണല്ലോ പുറത്തു മുഴുവൻ. അവരുടെ കൂടെയൊക്കെ ജോലിക്ക് പോകാന്ന് പറഞ്ഞ എന്താ കാണണോന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, ഗായത്രിയെ ഒന്ന് കാണണം. പിന്നെ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങള് അങ്ങോട്ട് തുറന്നു പറയണം. അയ്യോ, കാതിൽ വെറും മുത്താണോ? എന്താ ഗായത്രി, പേടിച്ചു പോയോ? ഓ, മുത്താനാന്ന് വിചാരിച്ചല്ലേ? നിങ്ങളെ പോലുള്ള മാനസിക രോഗികളെ കണ്ടാൽ എങ്ങനെ പേടിക്കാതിരിക്കും? നോക്ക്, ഈ കൃഷ്ണനുണ്ണിയേട്ടൻ കൈ നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കണേ. ചോദിക്കാം, എത്ര വേണമെങ്കിലും. ദുബായിക്ക് പോണേന് മുമ്പ് ഞാൻ പറഞ്ഞത് ഓർക്കണുണ്ടാവും. ഇറങ്ങി പോടാ പുറത്ത്. നീ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? പട്ടിണി സഹിക്കാതായപ്പോ ഞങ്ങള് ശരീരം വിറ്റു തുടങ്ങിയെന്നോ? അതോ നിന്റെ കാശി കൊണ്ട് മയങ്ങിപ്പോയെന്നോ? തെറ്റി കൃഷ്ണനുണ്ണി, നിനക്ക് തെറ്റി. തെറ്റിയെന്ന് എനിക്കും തോന്നി. എന്നാ ഇനി വൈകിക്കണ്ട, ചെല്ലേ. പോവുക. പക്ഷേ കൃഷ്ണനുണ്ണി കാത്തിരിക്കാൻ തയ്യാറാ. സഹകരണം ഉണ്ടാകുമെങ്കിൽ. അല്ല എങ്കിൽ കൃഷ്ണനുണ്ണി ചെറ്റയാകും, വെറും ചെറ്റ. അപ്പോ ഈ കൈ ചൂണ്ടാൻ ഞാൻ അനുവദിക്കില്ല, വാ തുറക്കാനും. ഓർമ്മ വെച്ചപ്പോൾ മുതൽ കരയാനായിരുന്നു എന്റെ വിധി. ഒരു ഭാഗത്ത് അച്ഛനെ തകർക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാര്, മറുഭാഗത്ത് തളർന്നു വീണ അമ്മ, ഒന്നും അറിയാത്ത അനുജത്തിമാര്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോഴാ ഗൗരിയെ പരിചയപ്പെട്ടത്, ജീവിക്കണമെന്ന് ആശിച്ചത്. പക്ഷേ സമ്മതിക്കണില്ല. വട്ടമിട്ട് പറക്കുക കഴുകന്മാര്. ഗൗരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ? മനക്കരുത്തിന് വേണ്ടിയെങ്കിലും എന്റെ കഴുത്തിലൊരു താലിച്ചരട് കെട്ടാമോ? എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. അതെ, ഇല്ലില്ല, ഒരുത്തനും അതിന് കഴിയില്ല. എന്ന് ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന്. ഓക്കെ, മിസ്റ്റർ എക്സ് ആണ് വിളിച്ചത്. ഓഗസ്റ്റ് 15-ാം തീയതി കമ്പനിയുടെ ഡോക്യുമെന്റ്സ് അദ്ദേഹത്തിന് കൈമാറാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. നല്ല ദിവസം. ഗൗരി, ഇനി തൊഴിലാളികളുടെ പേരിലുള്ള ആ പത്രം നമുക്ക് തിരിച്ചെഴുതണം. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. Why? തൊഴിലാളികൾ അത് തിരിച്ചെഴുതാൻ തയ്യാറല്ല എന്ന് അവർ പറഞ്ഞോ? ഇല്ല, പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ അത് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അഴിമതികൾ കൊണ്ട് കോടിപതിയായ ഒരു മന്ത്രിയേക്കാൾ അത് കൈവശം വയ്ക്കാൻ അർഹത ആ തൊഴിലാളികൾക്ക് തന്നെയാണ്. നീ എന്താ നാടകം കളിക്കണം? അല്ല, ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴെങ്കിലും എന്നും വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും ഒരിക്കലും അത് നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം നൽകുകയാണ്. അപ്പോ നീ ശരിക്കും ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കുകയായിരുന്നു? അല്ല, അവകാശപ്പെട്ടത് പിടിച്ചെടുക്കുകയായിരുന്നു. വീട് തിരിച്ചെടുക്കാൻ ഗതിയില്ലാതെ നടു റോഡിൽ നിന്ന് കരഞ്ഞ നിന്നെ ഇന്ന് കോട്ടും സൂട്ടും ഇട്ട് ഞങ്ങളുടെ മുമ്പ് ഇന്ന് പ്രസംഗിക്കാൻ വരെ ആളാക്കിയത് ഞങ്ങളുടെ പണത്തിന്റെ മെടുക്ക. എനിക്ക് വേണ്ടി ചിലവാക്കി എന്ന് പറയുന്ന തുകയുടെ 10 ഇരട്ടി
ഫിനാൻസിംഗ് കമ്പനിയായിട്ടും പത്രമായിട്ടും ഒക്കെ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. ഓഫീസും കാറും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും തിരിച്ചു തരാൻ തയ്യാറുമാണ്. പക്ഷേ കമ്പനിയുടെ ഷെയർ തരില്ല. മറ്റ് തൊഴിലാളികൾക്കെന്ന പോലെ ഒരു ഷെയർ എനിക്കും വേണം. എന്റെ അച്ഛൻ അവകാശപ്പെട്ടത്. ഗൗരി, നീ തീ കൊണ്ടാണ് കളിക്കുന്നത്. ആ തീ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് നാളൊത്തിരിയായി. നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്ന് പറഞ്ഞ് എന്നെ മുന്നിൽ നിർത്തി നിങ്ങൾ കമ്പനി പൂട്ടിച്ച നിമിഷം കത്തി തുടങ്ങിയ ആ തീ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിയ എന്നെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യിച്ചപ്പോ, നിങ്ങൾ കാരണം എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോ ആളി കത്തുകയായിരുന്നു. അതണയ്ക്കാൻ അത് കൊളുത്തിയവർ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗൗരി, എന്നും വിജയം നിന്റേതു മാത്രമായിരിക്കുമെന്ന് കരുതരുത്. കുറിച്ചോളൂ, ആഗസ്റ്റ് 15-ാം തീയതിക്ക് മുമ്പ് ഈ കമ്പനി നിന്നെ കൊണ്ട് തന്നെ തിരിച്ചെഴുതിപ്പിക്കും. കാണാം. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് വെച്ച് കളിക്കാനുള്ള കരളുറപ്പ് വാങ്ങാൻ കിട്ടില്ല. അതിന് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. എന്തൊക്കെ പ്രേരണയുണ്ടായാലും എന്റെ അറിവില്ലാതെ നിങ്ങൾ ആരും തന്നെ മഹേന്ദ്രനോ പത്മനാഭനോ ആവശ്യപ്പെട്ടാൽ ഒരു പേപ്പറിലും ഒപ്പിട്ട് കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടി എന്നെ മത്സരിപ്പിച്ചതും ജയിപ്പിച്ചതും അവരല്ലേ. അവര് പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുമോ? എടോ ഇച്ചുവാ, താൻ തൊഴിലാളികളുടെ ഭാഗത്താണോ അതോ മുതലാളിയുടെ ഭാഗത്താണോ? ഞാൻ തൊഴിലാളികളുടെ ഭാഗത്ത് തന്നെ. എന്നാലേ അവരുടെ നന്മയ്ക്ക് വേണ്ടിയായി പറഞ്ഞത്. അല്ല, തൊഴിലാളികൾക്ക് തന്നെ അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അതിന് രേഖകൾ വല്ലതും വേണ്ടേ? ഉണ്ട്, കൈരേഖ. ഷെടാ, ദരിദ്രരേഖയ്ക്ക് താഴെ കിടന്ന് ലെറ്റർ അടിച്ചവനെ പൊക്കിയെടുത്ത് നേതാവും MLA-യും ആക്കിയപ്പോ അവന്റെ ഒരു ചോദ്യം രേഖയുണ്ടോന്ന്. സംശയിക്കണ്ട, അത് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എന്റെ കൈവശമുണ്ട്. തെളിവ് വല്ലതും വേണോ? ഒരു തെളിവും വേണ്ട. ഗൗരിന് ഞമ്മക്ക് വിശ്വാസമാണ്, അല്ലടോ? അതെ. ആ, സന്തോഷം. പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ടായ വിവരം അവരറിയണ്ട. ഇല്ല മോനെ, ഇല്ല. ആ, ഇനി അഥവാ അറിഞ്ഞാൽ പറഞ്ഞോരെ ഇമ്മള് മഷി നോക്കി കണ്ടുപിടിക്കും. അതിനുള്ള മഷി ഇമ്മടലുണ്ട്. ഇന്നെല്ലാം വളരെ പെട്ടെന്നായിരിക്കും. നിങ്ങക്ക് ഞമ്മള് വിശ്വസിക്ക, ആ. 100% വിശ്വസിക്ക. വരട്ടെ. മോനെ ഗൗരി, ആ. അന്നെ ഞമ്മള് മുമ്പൊരിക്കൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതെന്റെ അച്ഛൻ ഓർത്ത് പറഞ്ഞു പോയതാണ്. നീ അതിന്റെ വിഷമൊന്നും വിചാരിക്കരുത്. സാരമില്ല ബീരാനിക്ക, ഞാനത് അപ്പോഴേ മറന്നു. പക്ഷേ അന്നെ മറക്കാൻ ഞമ്മളെ കൊണ്ടാകൂല, ഈ തൊഴിലാളികൾക്കും. നീ സ്വത്താണ് മോനെ, ഈ നാടിന്റെ സ്വത്ത്. ലാഭം അധികം ലാഭം സമം ലാഭം. അതെ, അത് തന്നെയാണ് മിസ്റ്റർ എക്സിന്റെ ലൈഫ് ഫോർമുല. തെറ്റിയിട്ടില്ല, ഇന്ന് വരെ തെറ്റാൻ അനുവദിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പോ എന്താ മറുപടി പറയാത്തത്? നമ്മൾ മുദ്ര കുത്തി അഴിച്ചുവിട്ട കാളയായിരുന്നു അവൻ. വിശ്വസിച്ചു പോയി. ചതിക്കുമെന്ന് കരുതിയില്ല. അദ്ദേഹത്തിന് കേൾക്കേണ്ടത് ന്യായീകരണങ്ങളല്ല, വിധിയാണ്. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. നിയമത്തിന്റെ മുന്നിൽ അവനെ ഒരു ക്രിമിനലാക്കണം. പിന്നെ അവൻ നമ്മുടെ താവളം തേടി എത്താതിരിക്കില്ലല്ലോ. അതിനുള്ള തന്ത്രങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കിക്കോളാം. അച്ഛാ, നാളത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തും മുമ്പ് ഈ കൈകളൊന്ന് കഴുകി തുടയ്ക്കണം. യെസ്, ഐ വാണ്ട് ഹിം. എനിക്ക് അവനെ വേണം. അമ്മു, ഇന്ന് ഇവക്ക് ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന് നല്ല പട കിട്ടി. ആണോടി? എന്തിനാ തല്ലിയത്? വർത്താനം പറഞ്ഞിട്ടാ? അല്ല, സംശയം ചോദിച്ചിട്ട്. സംശയം ചോദിച്ച ടീച്ചർമാര് തല്ലുവോ? ആ, ഉത്തരം പറയാൻ അറിയാത്ത ടീച്ചർമാര് തല്ലും. അമ്മു, മോള് വീട്ടിലേക്ക് പോകണ്ട, അവിടെ ആരും ഇല്ല. എല്ലാരും എങ്ങോട്ട് പോയി? മോള് വിഷമിക്കണ്ട. അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ആശുപത്രിയിലാക്കിയിരിക്കുക. ഏട്ടൻ അങ്ങോട്ടാ, മോള് വരൂ. മോള് കരയണ്ട, അത്ര സീരിയസ് ഒന്നുമല്ല. ആ, പോകുന്ന വഴിക്ക് ഗായത്രി ചേച്ചിയും കൂട്ടി പോവാ. അതെന്തിനാ? ഗൗരി ദൂരെ എവിടെ പോയിരിക്കുക,
വരാൻ ചിലപ്പോ വൈകും. പൈസ വല്ലതും കൂടുതൽ വേണ്ടി വന്നാ. മാത്രല്ല ഡോക്ടർ ഗായത്രിയുടെ ബന്ധുവാ. അമ്മയ്ക്ക് എന്താന്ന് ഡോക്ടർ പറഞ്ഞു? ഒന്നും അറിയില്ല. മോളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങി പോകുന്നു. മോള് പോയി വിളിച്ചിട്ട് വാ. ചെല്ല്. ഹായ്, ഇതാരാ? അമ്മൂട്ടിയോ? ചേച്ചി ഇത് ആരാ വന്നിരിക്കണേ നോക്കിയേ. എന്താ മോളു? അമ്മയെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ഗായത്രി ചേച്ചിയോട് വരാൻ പറഞ്ഞു. എന്തു പറ്റി? അറിയില്ല. സ്കൂൾ വിട്ട് വരുമ്പോ ശ്രീനേട്ടനാ പറഞ്ഞ്. വാ ചേച്ചി. കുറച്ചു മുമ്പ് ഗൗരി എന്നെ വിളിച്ചതാണല്ലോ. മോള് വാ. ചേച്ചി, അമ്മ. കരയാതെ മോളെ. തേടാത്ത വള്ളി കാലി ചുറ്റിയല്ലേ? സാരമില്ല, നീ ചെയ്ത ജോലി ഏതായാലും പാഴായില്ല. മനസ്സിലായില്ല. വാ പറയാം. അയ്യര് നിന്നോട് പറഞ്ഞ കഥയിലെ അസുരന്മാരാ ഞങ്ങള്. അതുകൊണ്ട് പാലാഴി ഒന്നും കടയാൻ നിൽക്കാതെ കാര്യം അങ്ങ് ഉറപ്പിക്കാം. അയ്യര് പറഞ്ഞതിന്റെ ഇരട്ടിത്തുക ഞങ്ങൾ തരും. ഇവരെ ഞങ്ങൾ പറയുന്നിടത്ത് എത്തിച്ചു തരണം. എന്തു പറയുന്നു? ഇതിലിപ്പോ പറയാനെന്തിരിക്കുന്നു? എനിക്ക് വേണ്ടത് പണം, നിങ്ങൾക്ക് വേണ്ടത് ഇവരെ. ഏറ്റിരിക്കുന്നു. അച്ഛാ, ശ്രീനി, തനിക്ക് വേണ്ടി ഒരിക്കലും ജീവിക്കാത്തൊരു മനുഷ്യനെ ഒറ്റുകൊടുക്കാനാണ് അവർ നിന്നെ കൊണ്ടിത് ചെയ്യിക്കുന്നത്. തെറ്റെന്ന് തോന്നുന്നെങ്കിൽ തിരുത്താൻ ഇനി സമയം ബാക്കിയുണ്ട്. ഗൗരിക്കല്ലാതെ ഇവരെ ജയിക്കാൻ നിനക്കാവില്ല. അറിഞ്ഞോ അറിയാതെയോ കണക്കൊന്നു തെറ്റി. ജീവിച്ചിരിക്കുന്ന തെളിവുകൾ എന്നും അപകടകരമാണ്. സോറി മിസ്റ്റർ ശ്രീനിവാസൻ. സർ, ഇത് എനിക്കറിയാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഏറ്റുവാങ്ങിക്കൊള്ളാം. ശരി. സാർ, ഇന്നലെ രാത്രി അയ്യരുടെ കാറിൽ ഗായത്രിയെയും സാറിന്റെ സഹോദരിയെയും കൂട്ടി ശ്രീനിവാസം പോകുന്നത് കണ്ടവരുണ്ട്. ഒരുപക്ഷേ ഗൗരി, അമ്മും ഗായത്രി എവിടെ? എനിക്കറിയില്ല.
അന്ന് എനിക്ക് നേരെ നിറയൊഴിച്ച നിന്നെ ഞാൻ വെറുതെ വിട്ടു. നിവർത്തി കെട്ടാ ചിലപ്പോ പറയടാ പറയാൻ. അപ്പൻ എഴുതുന്ന പത്രം എവിടെയെന്നറിയാൻ ഗായത്രിയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രീനി അയച്ചത് സത്യമാണ്. പക്ഷെ അവൻ തിരിച്ചു വന്നില്ല. ഗൗരി എന്നെ വിശ്വസിക്കണം. ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനുവേണ്ടി ഒരു ശ്രമം ഉണ്ടാവില്ല. സത്യം. പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ കാരണം മഹേന്ദ്രനും പപ്പ നേതാവും കൂടി ഇന്നലെ